നമുക്കൊരു വെറൈറ്റി റൈസ് ഉണ്ടാക്കാം. അങ്ങനെ സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്ന റൈസാണ്. ഒരുപാട് വലിയ സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. കഴിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു റൈസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് കറക്കിയിട്ട് എടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പം ഞാനിവിടെ റൈസ് ഞാൻ വേവിച്ചെടുത്തേക്കുന്നത് ഗ്ലാസ് എടുത്തിട്ട് ഇത് ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തത്. അതിനിപ്പോൾ ഒരു കറക്റ്റ് അളവ് ഇത്രയ്ക്ക് വേണമെന്നൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഞാൻ കാണിച്ചു തന്നെ. അപ്പം ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഏത് റൈസ് ആയിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. എന്താ പറയുക, ബസ്മതി റൈസ് ആണെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ജീരകശാല റൈസ് വേണമെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ പച്ചരി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരി എടുക്കുക. ഇപ്പോൾ ഒന്നുമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ചോറിൽ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. പക്ഷെ സാധാരണ ചോറിൽ റെഡിയാക്കിയിട്ട് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് അതല്ലെങ്കിൽ ബസ്മതി റൈസ്, അല്ലെങ്കിൽ നമ്മൾ ഇഡ്ലിക്കൊക്കെ അരയ്ക്കണ ഇഡ്ലി റൈസോ പച്ചരിയോ അങ്ങനെ വെള്ള കളറിലുള്ള റൈസ്, അതാകുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ഭംഗിയുണ്ടാവില്ല. പിന്നെ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ എപ്പോഴും അങ്ങനെ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് ഒരു ഗ്ലാസ് ബസ്മതി റൈസ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ എടുക്കേണ്ടത് അതായത് ഇതേപോലെ ഒരു 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി എണ്ണം പറയട്ടാ, 2 4 6 8 10 ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട, നമുക്ക് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിതിലേക്ക് റോസ്റ്റഡ് സെസമി ഓയിലാണ് ചേർക്കുന്നത്. ഇത് തന്നെ വേണമെന്നില്ല, ഞാൻ സാധാരണ ഇതേപോലത്തെ ഇങ്ങനെ ഫ്രൈഡ് റൈസ് പോലത്തെ റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ റോസ്റ്റഡ് സെസമി ഓയിലാണ് ചേർക്കാറ്. അതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ഫ്ലേവർ ആയിരിക്കും. അല്ലെങ്കിൽ സാധാരണ സെസമി ഓയിൽ നിങ്ങൾക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. സെസമി ഓയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ലെണ്ണ, നമ്മൾ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുക്കില്ലേ അത്, അല്ലെങ്കിൽ സാധാരണ ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. പക്ഷെ എനിക്കെപ്പോഴും ഇതാണ് കൂടുതൽ ഇഷ്ടം. ഇതിന് നല്ല മണമാണ്. ഈ റോസ്റ്റഡ് സെസമി ഓയിൽ ഞാൻ വാങ്ങിച്ചത് ഇവിടെ കോസ്കോ എന്ന് പറഞ്ഞ ഒരു കടയുണ്ട്, അവിടെ നിന്നിട്ടാണ് വാങ്ങിച്ചത്. അത് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് വെച്ചിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. നല്ലൊരു ഫ്ലേവർ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഓയിൽ, അപ്പോൾ ഈ ഓയിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ഏത് ഓയിലായിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കടുക് പൊട്ടിക്കാം. പിന്നെ 1 ടീസ്പൂൺ ഉഴുന്നും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൊരിയട്ടെ. കടുക് പൊട്ടണം, നമ്മുടെ ഉഴുന്ന് നന്നായിട്ടൊന്ന് മൊരിയണം. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇതാ ഒരു ചെറിയൊരു സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടിയിട്ട് ചേർക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില. സവോള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. സവോള മൊരിഞ്ഞൊരു ഗോൾഡൻ കളറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഈ സവോള മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറാവണം. അതേപോലെ സവോള മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണുണ്ട്. ഈ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിയട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിലിട്ടിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ നമ്മുടെ വെളുത്തുള്ളിയും പിന്നെ ഉണക്കമുളകും കൂടിയിട്ട് അത് ചേർക്കാട്ടെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഇങ്ങനെ ഒരു സ്പാച്ചുല ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ പറഞ്ഞ കടയിൽ പോകുമ്പോൾ വാങ്ങട്ടെ. ശരിക്കും മിക്സിയുടെ ഉള്ളിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാനൊക്കെ നല്ല എളുപ്പമാണ്. അതേപോലെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മിക്സ് ചെയ്യാനൊക്കെ നമ്മുടെ സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല ഈസി അത്. ഇതിൻ്റെയും ഒരു പച്ച ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പോകണം. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ആ പച്ച ഒരു ടേസ്റ്റ് പോയിട്ട് അത് നമ്മുടെ ഈ വെളുത്തുള്ളിയും പിന്നെ ഉണക്കമുളക് അരച്ച മിക്സിങ് ആയിരുന്നാലും ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ഒരു ചെറിയ തക്കാളിയാണ് ചേർക്കുന്നത്. തക്കാളി ഒരുപാട് ചേർക്കണ്ട. അപ്പം ഞാനിവിടെ സാധാരണ എടുക്കണ തക്കാളി കുറച്ച് വലിയ തക്കാളിയുള്ളൂ. അപ്പോൾ ആ തക്കാളിയുടെ ഒരു 3/4 ഭാഗം എടുത്തിട്ടുള്ളൂ, കാരണം കുറേ തക്കാളി നമുക്ക് ആവശ്യമില്ല. ഇനി മൂടി വയ്ക്കണ്ട കേട്ടോ, തുറന്ന് വെച്ചിട്ട് തന്നെ ഈ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ പോലെ വരികയും ചെയ്യും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മൂടി വയ്ക്കണ്ട. ഇതേപോലെ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചും കൊടുത്തു, പെട്ടെന്ന് അങ്ങോട്ട് അത് മുരിഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വന്നോളൂ. ഒന്ന് സോഫ്റ്റായി തുടങ്ങുമ്പോൾ ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഞാനിവിടെ എടുത്തേക്കണ ക്യാപ്സിക്കം എന്താ ഓറഞ്ച് കളറാണ്. എൻ്റെ അടുത്ത് ഇതാണ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഏത് കളറായിരുന്നാലും കുഴപ്പമില്ല. അത് ഞാൻ കനം കുറച്ചിട്ട് നീളത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും ക്യാപ്സിക്കം നമ്മുടെ ഇതേപോലത്തെ ഇങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ നല്ലത് ഗ്രീൻ കളറിലുള്ള നമ്മുടെ പച്ച കളറിലുള്ള ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതാണ് നല്ലത്. അതിനാണ് കൂടുതൽ ഫ്ലേവർ കിട്ടുക കേട്ടോ. മറ്റേത് നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് നമ്മൾ ചിക്കൻ്റെ കൂടെ ഒക്കെ ഇട്ടിട്ട് പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ ഇരിക്കില്ലേ, അതിനൊക്കെയാണ് ഇങ്ങനത്തെ ഈ കളറുള്ള ക്യാപ്സിക്കം നല്ലത്. പച്ചക്കാണ് കൂടുതൽ നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവുക. ഇതാ നമ്മുടെ തക്കാളി ഇതാ ഉടഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് ഉടഞ്ഞു വേണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ചേർക്കണം. ക്യാപ്സിക്കം ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിക്കോട്ടെ. ഇതിന് നമ്മളൊന്നും മൂടി വയ്ക്കുന്നില്ല കേട്ടോ. പൂ ഇതേപോലെ നല്ല കട്ടിയുള്ള ഒരു പാൻ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലത് ഇതേപോലെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ പാന് ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാട്ടോ വാങ്ങിച്ചത്. ഞങ്ങൾ ആമസോണിൽ നോക്കിയാൽ മതി, കാസ്റ്റ് ചെയ്യാൻ വോക്ക് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. നാട്ടിൽ ആമസോണിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിന് $50 ഞാൻ വാങ്ങിച്ചത്. ഇത് മയക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 വർഷം 3 വർഷത്തേക്ക് അതൊക്കെ ഇതേപോലെ നമ്മൾ കഴുകി തുടച്ച എണ്ണയൊക്കെ തേച്ച് വെക്കണം. പക്ഷെ ഇപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ, ഇതിപ്പോൾ കുറേ വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാണ്. പിന്നെ ഇങ്ങനെ റൈസ് ഉണ്ടാക്കുമ്പോൾ എന്താണ് നമ്മൾ ഇച്ചിരി ഓയിലൊന്ന് കൂടുതൽ ഒഴിക്കണം കേട്ടോ. അപ്പോഴായിരിക്കും എന്താ പറയുക, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് വരും. അത് നമ്മൾ ഫ്രൈഡ് റൈസ് എന്തുണ്ടാക്കുമ്പോഴായിരുന്നാലും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ആയിരുന്നാലും ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസ് ചേർക്കാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇതിലേക്ക് ഞാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പാർക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, തക്കാളി ഒരുപാട് ചേർക്കരുത്. സിമ്പിളായിട്ടുള്ള നമ്മുടെ ഒരു വെറൈറ്റി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നാട്ടിലൊക്കെ ആയിരുന്നാലും കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറന്നല്ലോ. അപ്പോൾ പിള്ളേർക്ക് ലഞ്ചൊക്കെ ആയിട്ട് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് പറ്റിയ, രാവിലേക്ക് എഴുന്നേറ്റിട്ട് അമ്മമാർക്ക് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു റൈസ്. ചൂടാറിയാലും കഴിക്കാനൊക്കെ ആയിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്ന് ഞാൻ ഒരു പുതിയൊരു ഹെയർ സ്റ്റൈലിലാട്ടോ വന്നേക്കുന്നത്. എൻ്റെ മുടി ഫ്രണ്ടിൽ അവിടെ വെട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ തന്നെയാട്ടോ വെട്ടിയത്. പിള്ളേരൊക്കെ പറഞ്ഞു നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. പോൾസേട്ടൻ കാണിച്ചു കഴിയുമ്പോൾ പോൾസേട്ടൻ പറഞ്ഞു ഇപ്പം ശരിക്കും ഒരു പിച്ചക്കാരിയുടെ ലുക്കായിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കല്യാണത്തിന് മുമ്പ് ഞാൻ മുടി ഇങ്ങനെ വെട്ടിയിടാറുണ്ടായിരുന്നു. അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ മുടി വളർത്തി. അല്ലെങ്കിൽ കാറ്റൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടന്നിട്ട് പറക്കും. പിന്നെ അന്ന് അങ്ങനെ സ്ട്രെയിറ്റ്നറൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടി നല്ല സിൽക്ക് പോലെ കിടന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും മുടി ഇവിടെ കുറച്ച് മുടി എടുത്തിട്ട് ഞാനിങ്ങനെ കെട്ടി വെക്കാറുണ്ട്. പിള്ളേർക്ക് എപ്പോഴും ഇതേപോലെ ഇങ്ങനെ ഇടുന്നതാണ് ഇഷ്ടം. അവരെപ്പോഴും എൻ്റെ അടുത്ത് പറയും അമ്മ ഇതേപോലെ ഇങ്ങനെ മുടി വെട്ടിയിട്ടിട്ട് മുടി ഇങ്ങനെ അഴിച്ചിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ മുടി ഇങ്ങനെ വെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഏത് നേരം ഇതിനും മിനുക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ ഒരു മാസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആണായിട്ടുണ്ടെങ്കിൽ ആരുടെ പോലെ ഇരിക്കാമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ കുറേ പേര് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കാണ് ഒരു 98% ആൾക്കാരും അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത് ഞാൻ നിവിൻ പോളിയുടെ പോലെയാണ് ഇരിക്കണേന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് പിള്ളേർ കമ്പ്യൂട്ടറിൽ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ മുടിയൊക്കെ അതേപോലെ അങ്ങനെ എന്താ പറയുക ആണിൻ്റെ പോലെ മുടിയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർ എന്നെ ഫോട്ടോ കാണിച്ച് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഇതാരാന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് കണ്ടിട്ട് നിവിൻ പോളിയുടെ പോലെ തന്നെ തോന്നിയത്. ഞാൻ പറഞ്ഞു നിവിൻ പോളിയാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇത് അമ്മയുടെ ഫോട്ടോ ആണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പിള്ളേരുടെ അടുത്ത് പറയായിരുന്നു ഇനി മുടിയൊക്കെ പോയിക്കട്ടൊക്കെ ചെയ്തിട്ട് ഒരു ഷർട്ടും മുണ്ടൊക്കെ എടുത്തിട്ട് ഇനി നിവിൻ പോളിയുടെ പോലെ കുറച്ച് നാൾ നടക്കണമെന്ന്. അപ്പോൾ ഇഷ്ടമായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ബാക്കിന് മുടി ഇങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്.
ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ മുടി വെട്ടിയിരുന്നതാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾ തന്നെ വെറുതെ തന്നെ ഒരു ജോക്കായിട്ട് കാണിച്ചെന്ന് മാത്രം. എനിക്ക് കല്യാണത്തിന് മുമ്പ് കുറേ മുടി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ മുടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വര മുടി ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ചെറുതായിരിക്കുമ്പോൾ എപ്പോഴും മുടി ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ പോണി സ്റ്റൈൽ പോലെ ഇങ്ങനെ പോണി ടൈൽ ഉണ്ടല്ലോ, അങ്ങനെ അതേപോലെ ഇങ്ങനെ എപ്പോഴും അതേപോലെ ആയിരുന്നു എൻ്റെ ഹെയർ സ്റ്റൈൽ. അന്ന് നല്ല ഭംഗിയായിരുന്നു. അന്നിങ്ങനെ കുറേ മുടിയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ട് ഇവിടുത്തെ ഈ ക്ലോറിൻ ചേർത്ത വെള്ളത്തിലേക്ക് കുളിച്ചിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ക്ലോറിൻ ഇട്ട വെള്ളത്തിലേക്ക് കുളിച്ചിട്ട് മുടിയൊക്കെ പോയി. പിന്നെ ഞാൻ എല്ലാ ദിവസവും കുളിക്കായിരുന്നു. ഇപ്പോൾ പറയുന്നത് എല്ലാ ദിവസവും കുളിക്കരുതെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു നല്ല നാട്ടിലെ നല്ല കിണറിലെ വെള്ളമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും കുളിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ ക്ലോറിൻ വാട്ടറിൽ എല്ലാ ദിവസവും കുളിക്കുന്നത് നല്ലതല്ലെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് എല്ലാ ദിവസവും നമ്മളങ്ങനെ കുളിച്ച് അങ്ങനെ ശീലമായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് തല നനച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ പോലെയാണ്. നമ്മുടെ ഈ റോസാപ്പൂക്കൾ ഇതെല്ലാവരും വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി വിരിയാനുണ്ട്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു അധികം ദിവസങ്ങളൊന്നും നിൽക്കില്ല എന്ന് തോന്നണം. എൻ്റെ അടിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കുറേ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊക്കെ എന്ത് വളമാണ് ഇടുന്നതെന്നുള്ളത്. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ വേറെ വളങ്ങളൊന്നും കൊടുക്കണമെന്നില്ല. ഞാൻ കുറച്ച് മുട്ടത്തോട് ഞാൻ പൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുത്തില്ലെങ്കിലും ഇവിടെ നന്നായിട്ട് റോസാപ്പൂവ് ഉണ്ടാവാറുണ്ട്. കുറേ വിരിഞ്ഞ് വന്നിട്ട് ഇത് ഞാൻ വേറെ പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട്. കാരണം ഇത് ഇനിയിപ്പോൾ അധികം ദിവസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നത്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയായി കളർ കാണാൻ വേണ്ടിയിട്ട്.